ഹലോ മൈ ഡിയേഴ്സ്, ആക്ടിവിറ്റി 1-ൽ പറയുന്ന പോലെ ഒരു ഡിജിറ്റൽ പോസ്റ്റർ തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇച്ചിരി സ്പീഡിലാണ് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പോസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ വീഡിയോ ഒരു ഫോണിൽ കണ്ട് മറ്റൊരു ഫോണിൽ ചെയ്ത് നോക്കാം. സിമ്പിളാണ്. ഒരു തവണ ഫുള്ള് ചെയ്യുന്ന വീഡിയോ കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് സിമ്പിളായിട്ട് ഒരു റീഡിംഗ് ഡേ പോസ്റ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഗൂഗിൾ ത്രൂ നമുക്ക് ഇതിനകത്തോട്ടേക്ക് സൈൻ ഇൻ ചെയ്യാം. നമുക്ക് ഈ പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് റീഡിംഗ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പിക്ചേഴ്സ് വേണം. നമ്മൾ റീഡിംഗ് എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ട് ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള 2 ഇമേജസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് remove.bg.ai എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് നമ്മുടെ പിക്ചർ അവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് ആ പിക്ചർ കൊടുക്കുക, ഡൺ കൊടുക്കുക. നമുക്കതിൻ്റെ BG റിമൂവ് ആയിട്ട് കിട്ടും. താഴെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ പിക്ചർ നമ്മൾ ഗാലറിയിൽ വന്നിട്ടുണ്ടാവും. നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്യുന്നു, താഴെ പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ സെർച്ച് അവിടെ കണ്ടു വാട്ട് വുഡ് യു ലൈക്ക് ടു ഡു, അവിടെ നമ്മൾ A4 എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് A4 ലാൻഡ്സ്കേപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് കുറേ ബോർഡേഴ്സ് ഓപ്പൺ ആയി കിട്ടും. അതിനകത്തൊരു ബോർഡർ സെലക്ട് ചെയ്യാം. ഇനി ഗാലറിയിൽ പോവുക. നമ്മൾ BG റിമൂവ് ചെയ്ത ഇമേജിനെ ആഡ് ടു പേജ്, താഴെ ആഡ് ടു പേജ് എന്ന ഓപ്ഷൻ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ആ പേജിലോട്ടേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ബോർഡറായി, പിക്ചറായി. ഇനി നമുക്ക് വേണ്ടത് ഒരു ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറ്റാൻ താഴെ കളർ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു അപ്പ് ആരോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴോട്ട് വന്നാൽ നമുക്ക് ഒരുപാട് കളേഴ്സ് കാണാം. കുറച്ചുകൂടെ താഴെ വന്നാൽ ഗ്രേഡിയൻറ്റ് കളേഴ്സ് കാണാം. അതിന് ഇഷ്ടമുള്ള ഒരു ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഗ്രേഡിയൻറ്റിന് തന്നെ നമുക്ക് കുറച്ചുകൂടെ വെറൈറ്റി വരുത്തണമെങ്കിൽ വീണ്ടും താഴെ വന്ന് കളർ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ അപ്പ് ആരോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഗ്രേഡിയൻ്റ് അവിടെ കാണാം. അവിടെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രേഡിയൻറ്റിനെ നമുക്ക് പല രീതിയിൽ ഫോർമാറ്റ് ചെയ്യാം. ഒരു സൈഡിൽ നിന്ന് വരുന്ന പോലെ ഒരു കളേഴ്സ് അങ്ങനെയൊക്കെ കൊടുക്കാം. അല്ല കളേഴ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ബ്ലൂവും യെല്ലോ അവിടെ ഓരോന്ന് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കളേഴ്സിൻ്റെ വീണ്ടും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. ഇനി താഴെ വന്നിട്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ഹെഡിങ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള ഹെഡിങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഹാപ്പി റീഡിങ് അങ്ങനെ എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുക്കുക. മുകളിലൊരു പ്ലസ് ഉണ്ടോ, ആ പ്ലസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടെക്സ്റ്റ് ഒന്നും കൂടെ കിട്ടും. അവിടെ നമുക്ക് ആവശ്യമുള്ള കോട്ടിങ്സ് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോട്ടിങ്സ് ഒക്കെ ആയി. താഴെ ഫോണ്ട് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തിട്ട് അപ്പേരോ ക്ലിക്ക് ചെയ്ത് ഒരുപാട് ഫോൺസ് കാണാം. നമുക്ക് ഓരോന്നിൻ്റെ ഫോൺസിന് ചേഞ്ചസ് വരുത്തി കൊടുക്കാം. ഇതേപോലെ 2 ഫോൺസിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട്, 2 ടെക്സ്റ്റിന് ഇഷ്ടമുള്ള ഫോൺസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോൺസൊക്കെ വന്നു. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഒരു സംഭവം ആയി. ഇനി അതിൻ്റെ സൈസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറക്കുക, സ്ഥലം അഡ്ജസ്റ്റ് ചെയ്യുക, ഇതിൻ്റെ സൈസ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ മുകളിലുള്ള ഒരു വെള്ള ഡോട്ട് കണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സൈസൊക്കെ കൂട്ടാം, കളറ് മാറ്റാം. അപ്പോൾ കളറ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുക്കാം. നല്ലൊരു പോസ്റ്റർ തയ്യാറായിട്ടുണ്ട് ഏകദേശം. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വേറെ എലമെൻറ്റ്സ് കൊണ്ടുവരാം. കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണെങ്കിൽ ഒരുപാട് എലമെൻറ്റ്സ് കൊണ്ടുവരാം. അപ്പോൾ താഴെ എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മാജിക്കെന്നോ അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എലമെൻറ്റ്സ് കിട്ടും. അപ്പോൾ അതിൽ ചിലതിന് ഈ കിരീടത്തിൻ്റെ ചിഹ്നമില്ലാത്ത സാധനമെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ CO എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഒരു എലമെൻറ്റ് എടുക്കാം. സ്റ്റാർ, മാജിക് ബാൻഡൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്ന് അതിനൊരു സ്ഥലത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പോസ്റ്ററിന് നല്ല അട്രാക്റ്റീവ് ആക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കാം. വീണ്ടും ഒരു എലമെൻറ്റ് കൂടെ നമുക്ക് കൊണ്ടുവരാം. നമ്മൾ വീണ്ടും താഴെ എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് മുകളിൽ ഓള് ഗ്രാഫിക്സ് ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്രാഫിക്സ് എന്നാണ് എലമെൻറ്റ്സ് കൊണ്ടുവരുന്നത്. സ്റ്റാറിനെ കൊണ്ടുവന്നു. ഇനി ആ സ്റ്റാറിന് നമുക്ക് ഇഷ്ടമുള്ള കളറ് കൊടുക്കാം. താഴെ വന്നിട്ട് അതിൻ്റെ കളറ് മാറ്റാം. നമുക്ക് ഇവിടെ കളറ് കണ്ടോ, ആ കളറ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കളറ് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ മുകളിൽ അപ്പ് ആരോ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫയൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നേരെ വാട്സപ്പിലോട്ടേക്ക് നമ്മുടെ ടീച്ചർക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലോട്ടേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഗൂഗിൾ സ്ലൈഡ്സ് യൂസ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. അതും ഇതേ സ്റ്റെപ്പ് തന്നെയാണ്, ഇതേ ഇമേജസ് തന്നെ യൂസ് ചെയ്യുക. പക്ഷേ ഇത്ര ഭംഗിയിൽ കിട്ടില്ല. സ്ലൈഡ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴെ പ്ലസ് ക്ലിക്ക് ചെയ്യുക, ചൂസ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ്സ് ഒക്കെ എടുക്കാം. അല്ലെങ്കിൽ പ്ലെയിൻ ഡിസൈൻ യൂസ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഒന്ന് കാണിക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ.
all the bad parts. I remember